നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ യോഗ്യതയുള്ള രണ്ടുപേർ ഒരു മുറിയിലേക്ക് കടന്നുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം എല്ലാവരുടെയും ശ്രദ്ധയും ബഹുമാനവും ലഭിക്കുന്നത്? അറിവോ കഴിവോ ഇല്ലാത്ത പലരും സമൂഹത്തിൽ വലിയ സ്ഥാനം നേടിയെടുക്കുമ്പോൾ കഴിവുള്ള പലരും എന്തുകൊണ്ടാണ് പിന്തള്ളപ്പെട്ടു പോകുന്നത്? ഇതിനുള്ള ഉത്തരം സമൂഹത്തിന്റെ വളരെ കൈപ്പേറിയ ഒരു സത്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ ഉള്ളിലെ നന്മ കണ്ടിട്ടല്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്നോ, നിങ്ങൾ എത്രമാത്രം അറിവുള്ളവനാണെന്നോ, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണെന്നോ ആരും ഒറ്റനോട്ടത്തിൽ അറിയുന്നില്ല. ചുറ്റുമുള്ള മനുഷ്യർക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സമൂഹം നിങ്ങളെ എങ്ങനെയാണ് അളക്കുന്നത്? ആദ്യ കാഴ്ചയിലെ മതിപ്പ് ഇവിടെ വളരെ പ്രധാനമാണ്. അതെ, നിങ്ങളുടെ വസ്ത്രങ്ങൾ കണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ നിങ്ങളുടെ നിലവാരവും വിലയും തീരുമാനിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സങ്കടം തോന്നാം, അല്ലെങ്കിൽ ദേഷ്യം വന്നേക്കാം. മനുഷ്യനെ പുറമോടി കണ്ട് വിലയിരുത്തുന്നത് തെറ്റല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര വലിയ അറിവുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്ര വലുതാണെങ്കിലും, നിങ്ങൾ ആദ്യം സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസോ അറിവോ നല്ല മനസ്സോ നോക്കുന്നതിനു മുമ്പ് ആളുകൾ നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ പുറമോടി വെച്ചാണ്. ഒരു പുസ്തകത്തിന്റെ ചട്ട കണ്ട് ആരും പുസ്തകം വിലയിരുത്തരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ മനോഹരമായ ചട്ടയുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ആളുകൾ ആദ്യം വായിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആദ്യത്തെ പരസ്യമാണ്. അത് മോശമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നന്മ കാണാൻ ആരും സമയം കണ്ടെത്തില്ല. ഈ സത്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചാണക്യന്റെ നിയമം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നു, അഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയും, പല്ലുകൾ വൃത്തിയാക്കാത്തവരെയും, അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെയും, പരുഷമായി സംസാരിക്കുന്നവരെയും, പകൽ വൈകി ഉറങ്ങുന്നവരെയും ലക്ഷ്മീദേവി ഉപേക്ഷിക്കും. ഇവിടെ ലക്ഷ്മീദേവി എന്നത് കേവലം സമ്പത്ത് മാത്രമല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് വിജയവും ഐശ്വര്യവും സമാധാനവും സമൂഹത്തിലുള്ള ബഹുമാനവും കൂടിയാണ്. നിങ്ങൾ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും നിങ്ങളുടെ ശരീരവും വസ്ത്രവും വൃത്തിഹീനമാണെങ്കിൽ നിങ്ങളുടെ അറിവിന് യാതൊരു വിലയും ആരും നൽകില്ല എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൃത്തി എന്നത് ഈശ്വരനോടുള്ള ഭക്തി പോലെ തന്നെ പ്രധാനമാണ്. അഴുക്കുപുരണ്ട വസ്ത്രം ധരിക്കുന്ന ഒരാൾക്ക് തന്റെ സ്വന്തം ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്നാണത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ വിജയത്തിന്റെ ദേവത എങ്ങനെ അനുഗ്രഹിക്കാനാണ്? ഇവിടെയാണ് പലർക്കും ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ലളിത ജീവിതം എന്നതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. പലരും ലളിത ജീവിതം എന്നതിനെ മോശമായി വസ്ത്രം ധരിക്കുന്നതായി തെറ്റിദ്ധരിക്കുന്നു. വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതോ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അല്ല യഥാർത്ഥ ലാളിത്യം. യഥാർത്ഥ ലാളിത്യം എന്നാൽ വൃത്തിയായിരിക്കുക എന്നതാണ്. നിങ്ങളുടെ പക്കൽ ആകെ 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും അത് അലക്കി വൃത്തിയാക്കി തേച്ചു ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് യഥാർത്ഥത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ അലങ്കോലമായി നടന്നാൽ നിങ്ങൾക്ക് യാതൊരു അച്ചടക്കവുമില്ലെന്ന് സമൂഹം വളരെ വേഗം കരുതും. നിങ്ങളെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളായി അവർ മുദ്രകുത്തും. നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ല. മഹത്തായ ചിന്തകളുള്ളവരും ലളിതമായി ജീവിച്ചവരുമായ മഹാന്മാർ ഒരിക്കലും വൃത്തിഹീനരായി നടന്നിട്ടില്ല എന്ന് നാം ഓർക്കണം. ലാളിത്യം എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അതൊരിക്കലും ശരീരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ അലസതയല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ നൽകിയ അറിവുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ മാന്ത്രിക നേട്ടങ്ങളെക്കുറിച്ചാണ്. വെറും തുണിക്കഷ്ണങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ നേട്ടം മറ്റുള്ളവരുടെ മേൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാനസിക നിയന്ത്രണം എന്നതാണ്. നിങ്ങൾ വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾ ശക്തനും വിജയിയും അച്ചടക്കമുള്ളവനുമാണെന്ന സന്ദേശം മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് നൽകപ്പെടുന്നു. ആളുകൾ നിങ്ങളെ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഉയർന്ന ചിത്രം രൂപപ്പെടുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ആരാണെന്ന് അവരോട് വിളിച്ചു പറയും. ഇതുവഴി ആളുകൾ സ്വാഭാവികമായും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഒരു യോഗത്തിലോ സദസ്സിലോ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് വഴിമാറിത്തരുന്നതും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വസ്ത്രം നൽകുന്ന ഒരു മാനസികമായ അധികാരമാണ്. രണ്ടാമതായി, ഇത് നിങ്ങളുടെ ആന്തരിക ആത്മവിശ്വാസവും ഊർജ്ജവും ഉണർത്തുന്നു. യുദ്ധക്കളത്തിൽ ഒരു പോരാളിയുടെ കവചം എങ്ങനെയാണോ അവന്റെ ഭയം അകറ്റുന്നത്, അതുപോലെയാണ് നിങ്ങൾ ധരിക്കുന്ന നല്ല വസ്ത്രങ്ങൾ. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മാനസികാവസ്ഥ തന്നെ പൂർണ്ണമായി മാറുന്നു. കണ്ണാടിയിൽ നിങ്ങളെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ മടിയും ഇല്ലാതാകുന്നു. നിങ്ങളുടെ ശരീരത്തിന് സ്വാഭാവികമായി തന്നെ നേരായ ഒരു പോസ്ചർ ലഭിക്കുന്നു. നിങ്ങളുടെ തല ഉയർന്നിരിക്കും. നിങ്ങളുടെ നടത്തത്തിന് ഒരു പ്രത്യേക താളമുണ്ടാകും. നിങ്ങൾ അറിയാതെ തന്നെ ഒരു വിജയിയുടെ ഊർജ്ജം നിങ്ങളിൽ നിറയുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ ലോകവും നിങ്ങളെ അതേ രീതിയിൽ തന്നെ കാണാൻ തുടങ്ങും.
മൂന്നാമത്തെ നേട്ടം, ഇത് ബഹുമാനത്തിന്റെ ഒരു വലിയ കവചം നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കുന്നു എന്നതാണ്. ദുർബലരോ മടിയന്മാരോ ആയി കാണപ്പെടുന്നവരെ പരിഹസിക്കാനോ ചൂഷണം ചെയ്യാനോ സമൂഹം എപ്പോഴും ശ്രമിക്കും. കാരണം അവർക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന് ഈ ലോകം കരുതുന്നു. എന്നാൽ നിങ്ങൾ വൃത്തിയുള്ളതും ഗാംഭീര്യമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ബഹുമാനത്തിന്റെ ഒരു കോട്ട സൃഷ്ടിക്കുന്നു. അതുകൊണ്ടുതന്നെ നിങ്ങളെ അപമാനിക്കാനോ കളിയാക്കാനോ ആളുകൾ മടിക്കും. നിങ്ങളോടെങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ പെരുമാറണമെന്ന് അവർ 2 തവണ ചിന്തിക്കും. നിങ്ങളുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് നിങ്ങളെ നിസ്സാരമായി കാണരുത് എന്നത്. നാലാമതായി, ഇത് നിങ്ങളുടെ മുന്നിൽ വലിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു. എപ്പോഴും ഓർക്കുക, വിശ്വസ്തരായവരിലേക്കാണ് സമ്പത്തും വലിയ അവസരങ്ങളും തേടിയെത്തുന്നത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ പോലും അല്പം ഉത്തരവാദിത്തം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വലിയ നിക്ഷേപങ്ങളോ വലിയ ചുമതലകളോ നൽകി മറ്റൊരാൾ നിങ്ങളെ വിശ്വസിക്കുന്നത്? നല്ല വസ്ത്രധാരണം ആളുകളിൽ നിങ്ങളുടെ മേൽ വലിയൊരു വിശ്വാസമുണ്ടാക്കുന്നു. ഇയാൾ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധയോടെയും ചിട്ടയോടെയും ചെയ്യുന്നവനാണ്, അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളും ഇയാൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യും എന്ന വിശ്വാസം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഒരു ജോലിക്ക് പോകുമ്പോഴായാലും ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴായാലും നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ഉത്തരവാദിത്തബോധത്തെയാണ് കാണിക്കുന്നത്. അഞ്ചാമത്തെ നേട്ടം, സമയത്തിന്റെയും സ്ഥലത്തിന്റെയും നയതന്ത്രം. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നത് വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നതോ എപ്പോഴും ഗ്ലാമറായി നടക്കുന്നതോ അല്ല. മറിച്ച് അവസരത്തിനൊത്ത വസ്ത്രം ധരിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. ചാണക്യന്റെ ചാരന്മാർ ഓരോ സ്ഥലത്തിനനുസരിച്ച് എങ്ങനെയാണോ വേഷം മാറിയത്, അതുപോലെ ബുദ്ധിമാനായ ഒരാൾ പെരുമാറണം. ജോലിസ്ഥലത്ത് ഗൗരവമുള്ള വസ്ത്രങ്ങളും ആചാരങ്ങളിലും ക്ഷേത്രങ്ങളിലും പരമ്പരാഗത വസ്ത്രങ്ങളും ആഘോഷങ്ങളിൽ അതിന് അനുയോജ്യമായ സന്തോഷം പ്രകടിപ്പിക്കുന്ന വസ്ത്രങ്ങളും ധരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഏത് ചുറ്റുപാടിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ചുറ്റുപാടുമായി ഇഴുകിച്ചേരാനും അവിടെയുള്ള ആളുകളുമായി വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാനും നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളെ സഹായിക്കണം. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അവസാനം പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഉപസംഹാരം അഥവാ ആത്യന്തിക യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് നമ്മൾ ഇത്ര നേരം പറഞ്ഞു. നിങ്ങളുടെ വിജയത്തിന് അത് എത്രത്തോളം ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ വസ്ത്രങ്ങൾ കൊണ്ട് മാത്രം ജീവിതത്തിലെല്ലാം നേടാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം സ്വഭാവമാണ് നിങ്ങളുടെ യഥാർത്ഥ വാൾ. വസ്ത്രങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറക്കാൻ മാത്രമേ കഴിയൂ. നിങ്ങളെ കണ്ടയുടനെ ആളുകൾക്ക് ബഹുമാനം തോന്നാനും നിങ്ങളെ വിശ്വസിക്കാനും അത് സഹായിക്കും. എന്നാൽ ആ തുറന്നുകിട്ടിയ വാതിലിനുള്ളിൽ നിങ്ങളെ എക്കാലവും നിലനിർത്തുന്നത് നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ അറിവും നിങ്ങളുടെ സ്വഭാവവുമാണ്. ഇതൊരു സ്വർണ്ണ ഉറവളയത്തിന്റെ ഉദാഹരണം പോലെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള വാളിന്റെ ഉറസ്വർണം കൊണ്ടുണ്ടാക്കിയതായിരിക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിന് വലിയ ഭംഗിയും ഗാംഭീര്യവുമുണ്ടാകാം. ശത്രുക്കൾ അത് കണ്ട് ഭയന്നേക്കാം. എന്നാൽ യുദ്ധം തുടങ്ങുമ്പോൾ ഉള്ളിലെ വാളിൽ മുഴുവൻ തുരുമ്പാണെങ്കിൽ ആ സ്വർണ്ണ ഉറവളയം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ആ യുദ്ധം ജയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ എത്ര വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചാലും എത്ര മനോഹരമായി നടന്നാലും നിങ്ങളുടെ സംസാരം കൈപ്പേറിയതാണെങ്കിലോ സ്വഭാവം മോശമാണെങ്കിലോ ആളുകൾ നിങ്ങളെ വൈകാതെ ഉപേക്ഷിച്ചു പോകും. ആരും പിന്നീട് നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളുടെ പുറമോടി കണ്ടുവന്നവർ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് കണ്ട് തിരിഞ്ഞോടും. നല്ല വസ്ത്രങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്താനും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നേടാനും നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥവും കളങ്കമില്ലാത്തതുമായ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ആളുകളുടെ ഹൃദയം കീഴടക്കുന്നതും ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടുന്നതും. വസ്ത്രം കൊണ്ട് വാതിൽ തുറക്കുക, സ്വഭാവം കൊണ്ട് അവിടെ സിംഹാസനം ഉറപ്പിക്കുക.